വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വിൻഡോസ് 10ൻ്റെ 5 യൂസ്ഫുൾ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എന്ന് നമുക്ക് ഫസ്റ്റ് ഫീച്ചറിലേക്ക് പോവാം. ഈസിലി മിനിമൈസ് ഓൾ വിൻഡോസ്. സാധാരണ നമ്മൾ മൾട്ടിപ്പിൾ വിൻഡോസ് ഓപ്പൺ ആക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഒരു വിൻഡോ മാത്രം ആക്റ്റീവാക്കി നിർത്തിയിട്ട് ബാക്കി എല്ലാ വിൻഡോസും മിനിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണത് ഓരോ വിൻഡോസായിട്ടും മിനിമൈസ് ചെയ്ത് കളയുക ചെയ്യണത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് വിൻഡോയാണോ ആക്റ്റീവാക്കി നിർത്തേണ്ടത് ആ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം. ഷേക്ക് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ വിൻഡോസും നമുക്ക് മിനിമൈസ് ആയി പോകും. ബാക്കി എല്ലാ വിൻഡോസും മിനിമൈസ് ആയിട്ട് ഷേക്ക് ചെയ്ത ഈ വിൻഡോ മാത്രം നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കും. ഇതുപോലെ ഓപ്പണായി നിൽക്കുന്ന എല്ലാ വിൻഡോസും നമുക്ക് മിനിമൈസ് ചെയ്യാൻ വിൻഡോ കീ പ്ലസ് ഡി ക്ലിക്ക് ചെയ്യാം. അതുപോലെ മിനിമൈസ് ചെയ്തിരിക്കുന്ന എല്ലാ വിൻഡോസും ഓപ്പൺ ആവാൻ വിൻഡോസ് കീ പ്ലസ് ഡി തന്നെ യൂസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്യാം. സീക്രട്ട് ടാസ്ക് ബാർ നമ്മൾ സാധാരണ സ്റ്റാർട്ട് മെനു യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിൻഡോസിന് ഒരു ഹിഡൻ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ബാർ ഉണ്ട്. അത് നമ്മൾ ആക്സസ് ചെയ്യാൻ വിൻഡോസ് കീ പ്ലസ് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിൽ വിസിബിൾ ആകും. ഇതിൽ നമുക്ക് ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ്, മൊബിലിറ്റി സെൻറ്റർ, ഡിവൈസ് മാനേജർ അങ്ങനെ പല ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ടാസ്ക് ബാർ ഷോർട്ട് കട്ട്സ്. സാധാരണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്സ് ഈസിലി ആക്സസിന് വേണ്ടിയിട്ട് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്സ് നമുക്ക് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. അതിന് വിൻഡോസ് കീ പ്ലസ് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡർ നമ്പർ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡോസ് കീ പ്ലസ് 1 ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആക്കാം. കാരണം എൻ്റെ ടാസ്ക് ബാറിൽ ഫയൽ എക്സ്പ്ലോററാണ് ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വിൻഡോസ് കീ പ്ലസ് 4 ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ക്രോം ഓപ്പൺ ആവും. അങ്ങനെ ഏത് ഓർഡർ ആണോ ആ ഓർഡറിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വിൻഡോസ് കീ പ്ലസ് ഏത് ഓർഡർ നമ്പർ. മാനേജിംഗ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഓൺ ഓർ ഓഫ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ആപ്സും ഓഫ് ആക്കിയിടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ പ്രൈവസി, ബാക്ക്ഗ്രൗണ്ട് ആപ്സിനെ സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കറന്റ് ഏതൊക്കെ ആപ്സ് ഓൺ ആണെന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ആപ്സും നമുക്ക് ഓഫ് ആക്കി ഇടാനായിട്ട് പറ്റും. ഓരോ ആപ്സും സെപ്പറേറ്റ്ലി നമുക്ക് ഓണും ഓഫ് ആക്കി നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആപ്സും നമുക്ക് ഓഫ് ആക്കി ഇടാനും പറ്റും. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ നമുക്ക് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡിസേബിൾ അഡ്വർടൈസിംഗ് ഇൻ സ്റ്റാർട്ട് മെനു. നമ്മൾ സാധാരണ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അഡ്വർടൈസ്മെന്റ്സ് വ്യൂ ചെയ്യാറുണ്ട്. ഈ അഡ്വർടൈസ്മെന്റ്സ് എങ്ങനെ നമുക്ക് ഓഫ് ആക്കാം എന്ന് നോക്കാം. ഈ അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് ഓഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ്, ഇതിൽ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ലെഫ്റ്റ് നാവിഗേഷനുള്ള സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് ഷോ സജഷൻസ് ഒക്കേഷണലി ഇൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തിടാം. Thanks for watching. Drop a like, leave a comment and don't forget to subscribe. Bye.